ഹലോ എവരിവൺ. അപ്പോൾ ഞാൻ പിന്നെയും വന്നു. ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? നമുക്കൊന്ന് ഉറങ്ങി നോക്കിയാലോ? അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഉച്ചയ്ക്ക് ഡ്യൂട്ടിയാണ്, നമുക്ക് ഉച്ചക്കത്തേക്കൊന്ന് ഒരുങ്ങാൻ കരുതി. അങ്ങനെ സൺസ്ക്രീൻ വാരി പൊത്തുന്നുണ്ട്, സൂര്യൻ്റെ താപം അടിച്ച് ഇങ്ങനെ കരിഞ്ഞിരിക്കാതിരിക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൺമഷി എഴുതും. കൺമഷി മീൻസ് ഐലൈനർ. ഞാൻ ഐലൈനറാണ് അടിയിലും മണ്ടയ്ക്കുമായിട്ട് എഴുതുന്നത്, കൺമഷി എഴുതാറില്ല. അതുകൊണ്ടാണ് കണ്ണിൻ്റെ അടിഭാഗം ഇങ്ങനെ കറുത്ത് കരുകരാന്നിരിക്കുന്നത്. കണ്ട പറ്റി കണ്ണിനകത്ത് പറ്റി. എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഇങ്ങനെ ഐലൈനർ എഴുതുമ്പോൾ കണ്ണിനകത്ത് പോകാറുണ്ടോ? എന്തൊക്കെ കഷ്ടപ്പാടല്ലേ. പിന്നെ നമ്മൾ മുടി വാരി കെട്ടി ഒതുക്കണം, കുളിച്ചില്ലെങ്കിലും മുടി കെട്ടണമല്ലോ. പിന്നെ ലിപ്സ്റ്റിക്ക് അത് മസ്റ്റാണ്. അതില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ, നമുക്കൊരു ഭസ്മമായാലോ അത് ഇട്ടില്ലെങ്കിൽ. മൊത്തം കുറച്ച് വൃത്തിയായിട്ട് മാറിക്കിട്ടും. അങ്ങനെ കുറച്ച് അതും വാരി പൊത്തി നമ്മൾ നേരെ നമ്മുടെ പിരികം ഒന്നിച്ചിരി കറുപ്പിക്കണം. ഒന്നാമത് പിരികയില്ല, എന്നാലും ഇരിക്കട്ടെ, കറുത്തിരുണ്ടങ്ങോട്ട് ഇരിക്കട്ടെ. നമുക്കൊന്ന് ഒരുങ്ങി സുന്ദരിയായിട്ട് ജോലിക്ക് പോവാം. എന്തിനാണോ എന്തോ. അങ്ങനെ പിരിവും കറുപ്പിച്ച് അപ്പോഴാണ് കമ്മലിടാൻ മറന്നുപോയത്. പിന്നെ കമ്മലും വാരിയിട്ടു. നല്ല കമ്മലല്ലേ, എനിക്കിഷ്ടമായി ജിമ്മൊക്കെ ഇടുന്നത്. ഈ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളങ്ങനെ വിചാരിക്കുമെന്ന് ഞാൻ കരുതിയില്ലെങ്കിലും നിങ്ങളങ്ങനെ വിചാരിക്കണം. അതിനാണ് ഞാനങ്ങനെ ഇടുന്നത്. പിന്നെ പൊട്ട് ഇതും കൂടെ ആകുമ്പം ഒരാന ചന്തമാകും. മൊത്തത്തിൽ ആ വൃത്തിയേട് മാറിക്കിട്ടും. പിന്നെ ദേ സെജിയുടെ ലുക്ക് ഇങ്ങനെയാണ്. എങ്ങനെയുണ്ടെന്ന് പറയണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ബൈ, ഇത്രയേ ഉള്ളൂ.